ഇവിടേക്കാണെന്നൊന്നും നിശ്ചയമുണ്ടായിരുന്നില്ല അമ്മേ. യാത്ര തുടങ്ങിയപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു വയറുവേദന വന്നത്. 3 ദിവസമായി. ഡോക്ടേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുക. കുഴപ്പമൊന്നുമില്ല. ഏതോ ദുഷ്ടശക്തിയുടെ പ്രവൃത്തികളാണെന്ന് അവള് പറയുന്നത്. അലോന. അലോനയോ? ഹിരണ്യന്റെ വ്രതം മുറുകുമ്പോൾ അത് ആനിയന്റിയുടെ കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ടാ അവിടുന്ന് പോണെന്ന് പറഞ്ഞത്. നമ്മൾ എങ്ങോട്ടാ മോളെ പോകുന്നത്? അത് ഞാൻ കാണുന്നുണ്ട് ആനിയന്റി. ഒരു പഴയ തറവാട്, വലിയ മുറ്റം, ചുറ്റും വീടുകൾ, ഒരു വില്ലേജാ. ആനി, ആനി ഇരുന്നോ. തത്തമ്മായി. ആനി ചേച്ചി, കുഴപ്പമൊന്നുമില്ല. അലോന എവിടെ? ഞാൻ പറഞ്ഞു, അമ്മയോട് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? പപ്പുകായ്, ഗണേശൻ അലോനയാണെന്ന് ചേതുഷ്കം മനസ്സിലാക്കരുത്. ഇല്ല മോളെ. ശ്രീകല ചേച്ചി പപ്പുകായും എന്തിനാ ഇവിടെ വന്നത്? അത് ഇവളും പ്രഗ്നന്റ് അല്ലേ, ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വന്നതാ. ഇച്ചായൻ ശ്രീകലയോട് കുഴപ്പമൊന്നുമില്ലല്ലോ? അതൊക്കെ പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ എങ്ങോട്ടേക്കെന്നും പറഞ്ഞ. ആനി, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. ഓക്കെ, ടേക്ക് കെയർ. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാം. ആർക്കെ തന്റെ കൺഫ്യൂഷനൊക്കെ തീർന്നല്ലോ അല്ലേ? എന്ത് കൺഫ്യൂഷൻ? എന്നതാ ഡോക്ടർ പറഞ്ഞേ? ഒന്നുമില്ല അമ്മേ. ഡിസ്ചാർജ് ചെയ്താ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ഞാനെല്ലാം ഇവൾക്ക് വിട്ടുകൊടുത്തിരിക്കുക. ഇവള് തീരുമാനിക്കുന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ അറിയില്ല എങ്ങോട്ടാണെന്ന്, പക്ഷെ ഞങ്ങൾ അവിടെ ചെല്ലും. എന്നിട്ട് ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാം. ഈ ഡോക്ടർ നല്ല ആളല്ലേ? ശ്രീകലയെ കാണിക്കാനാണോ? ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ശ്രീകല ഇവിടെ ഇരിക്കേ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. അതിന് റെഡി ആയിക്കോ. ഞാൻ ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വരാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. രാവിലെ ഒരു ഓട്ടോ വിളിച്ചോണ്ട് വന്ന് കയറാൻ പറഞ്ഞു. എവിടേക്കാണെന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞതുമില്ല. ഹോസ്പിറ്റലിലേക്കാണെന്ന് ഇവിടെ വന്നപ്പോഴറിഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡ്രിപ്പ് കൊടുത്തോളൂ. ശരി ഡോക്ടർ. എന്താ? ഞാൻ
ഞാൻ ആനിയുടെ അമ്മായിയാ. ആ നേരത്തെ കണ്ടല്ലോ, ഇരിക്കൂ. ആനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഡോക്ടർ? എന്ത് ബുദ്ധിമുട്ട്? ഹലോ, ആ യേസ്, ഞാൻ അങ്ങോട്ട് വരാം. ഡോക്ടർ, ഞാൻ വേറൊരു കാര്യം പറയാൻ. എന്താ? അവിടെ അവിടെ ഡോക്ടർ എൻ്റെ ഒരു മോളെ കണ്ടിരുന്നു. റൂമിലുണ്ട്. എൻ്റെ മകളാ. ഡോക്ടർ കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ എത്ര മാസമായി? 2 മാസമായി. അബോർട്ട് ചെയ്യാൻ അവൾ തയ്യാറാകുമെന്നറിയില്ല. ഡോക്ടർ അവളോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് എങ്ങനെയെങ്കിലും, ചെറുപ്രായമല്ലേ, അവളുടെ ഭാവി. ശ്രീകല, വരൂ. ചെല്ലു. വാ. ഇരിക്കൂ. ഇതാ ഈ ഡ്രസ് ചേഞ്ച് ചെയ്യേ, ആഭരണങ്ങളൊക്കെ ഊരിക്കോ. എന്ത് ചെയ്യാൻ പോവാ നിങ്ങള്? എന്ത് ചെയ്യാൻ പോവന്നോ? ചെറുപ്രായത്തിൽ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട്. എന്ത്? ഡ്രസ്സ് മാറുകൂട്ടി. എന്തിന്? എന്താ ഓപ്പറേറ്റ് ചെയ്യാൻ പോകണോ നിങ്ങള്? എന്താ സിസ്റ്റർ പ്രോബ്ലം? എന്താ ഡോക്ടർ, എന്റെ അസുഖം എന്താണെന്ന് ഞാൻ അറിയണ്ടേ? അതിന് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളുടെ മുഖം ഓർക്കണം ആദ്യം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഹാവ് റൈറ്റ്. എന്റെ ദേഹത്ത് എന്തെങ്കിലും ചെയ്യുമ്പോ അത് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. എന്താണ് രോഗം അറിയാനുള്ള അവകാശം അത് എല്ലാ പേഷ്യന്റിനും ഉണ്ട്. ഇത്രയൊക്കെ ബോധം ഉണ്ടായിട്ടാണോ ഇങ്ങനെ കുഴപ്പം കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്ത് കുഴപ്പം? അതെ, നിങ്ങളുടെ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് മാത്രം ചെയ്യാമെന്ന് ഏറ്റതാ സിസ്റ്റർ. ഡോക്ടർ, നിൽക്കൂട്ടി. നിന്റെ വയറ്റിലെ തന്തയില്ലാത്ത കൊച്ചിനെ എടുത്തു കളയാനാ. തന്തയില്ലാത്ത കൊച്ചോ? നോ! ആര് പറഞ്ഞു? എന്റെ ഹസ്ബൻഡിന് സംശയങ്ങൾ കാണും. അത് അയാളുടെ തലയ്ക്ക് കീർക്കായതുകൊണ്ടാ. മോളെ, നിങ്ങളൊരൽപ്പം മനുഷ്യത്തുള്ള സ്ത്രീയാണെന്നാ ഞാൻ വിചാരിച്ചേ. എന്റെ ഭർത്താവ് ചട്ടമിട്ട് വെട്ടിക്കാ നിങ്ങളല്ലേ? അതിനാണോ സ്നേഹം നടിച്ചെന്നെ ഓട്ടോയിൽ കയറ്റി ഇവിടേക്ക് കൊണ്ടുവന്നത്? അയാൾ സംശയിച്ചോട്ടെ, രാജൻ ജോർജിന്റെ കുട്ടിയാണെന്നോ മറ്റാരുടേതാണെന്നോ കരുതിക്കോട്ടെ. ഞാൻ തൊഴുന്ന ഭഗവതിക്കറിയാം എന്റെ സത്യം. മോളെ, അയാളോട് പറഞ്ഞേക്ക് ഞാൻ എന്റെ കുട്ടിയെ പ്രസവിച്ച് വളർത്തുന്നു. ചെന്ന് പറഞ്ഞേക്ക് തത്തമ്മായി. മോളെ, എന്താ ഇത്? തുടരുതന്നെ. ഈ കുട്ടി മാരീഡ് ആണെന്നാണോ പറയുന്നത്? അതെ, ദാ കണ്ടില്ലേ, മലയക്കുന്നിൽ സക്കായി മാപ്പിള എന്ന് കേട്ടിട്ടുണ്ടോ? മലയക്കുന്നിൽ വത്സനെ അറിയോ? MLA. അവരുടെ അനുജൻ ഡേവിഡ് സക്കായി എന്റെ ഭർത്താവ്. സംശയം ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ തരാം, വിളിച്ച് അന്വേഷിക്ക്. മോളെ നിക്ക്. മോളെ, ആർക്കെങ്കിൽ എവിടെ പോയി ആന്റി? ഇപ്പൊ വരും മോളെ. എന്താ ശ്രീകല, എന്തു പറ്റി? യോഗം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാം. മോളെ ശ്രീകല, ചേച്ചി, ശ്രീകല, വേണ്ട അന്നെ, ഈ വയറും വെച്ച് നീ ഓടാൻ നിൽക്കണ്ട. നിങ്ങൾ അറിയിക്കൂ, എന്നെ വിവരം അറിയിച്ചാൽ മതി. ശ്രീകലേ, മോളെ.
പറഞ്ഞിട്ട് ചെയ്തതല്ല തത്തമ്മായി. ഈ ചെറുപ്രായത്തിൽ നീ വേണ്ട മോളെ. എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങിപ്പോകാൻ ഒരുങ്ങിയവളല്ലേ. വേണ്ട, ഈ തത്തമ്മായി വിശ്വസിക്ക്. മോൾ എൻ്റെ കൂടെ വാ മോളെ. ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നവരെങ്കിലും തത്തമ്മയുടെ കൂടെ നിന്നിക്കണം. നിങ്ങൾ എന്തിനിത് ചെയ്തു എന്ന് എനിക്കറിയണം. പറയാം, തത്തമ്മായി എല്ലാം പറയാം. വീട്ടിലേക്ക് പോകാം. മോള് പറയുന്നൊന്ന് കേൾക്കണം. ദേ, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. വാ മോളെ. ഇവിടെയാ ആർക്കെങ്കിളുടെ ബ്രഹ്മദത്തൻഷിയുടെ ആര്യങ്കാവ്. അതാണ് ആര്യങ്കാവ് മുത്തശ്ശി. ആര്യങ്കാവിലെ മുത്തശ്ശി എന്ന് പറയുമ്പോൾ അത് ആർക്കെങ്കിലും
പക്ഷേ ഇതാണ് രാമകൃഷ്ണ നമ്പൂതിരിയുടെ ഇല്ലം. മുത്തശ്ശി, ആരാ? എന്താ വേണ്ടേ? ആരാ? ഞാൻ കലേ, മോളെ കലേ, കലേ, എന്താ? അനിയൻകുട്ടി ബസ്സിലാ. മൂത്ത നമ്പൂരി ഇവിടെ ഇല്ല, ക്ഷേത്രത്തിലാ. ആരെ കാണാനാ? ഞങ്ങൾ മുത്തശ്ശി തന്നെ കാണാൻ വന്നതാ. എന്താ? എവിടുന്നാ? അകത്തോട്ട് കയറിയിരിക്കൂ. വരിക, കേറി വരൂ. അങ്കിൾ വാ വാ അനിയന്റി. ആനിന്ന പേരില്ലേ? വന്നോളൂ. ഇവിടെ അങ്ങനെ അയത്തൊന്നും ഇല്ല കേട്ടോ. ആരാ മോളെ ഇത്? ഏട്ടൻ പറഞ്ഞിട്ട് വന്നതായിരിക്കും. സ്ഥലക്കച്ചവടത്തിനേ. ആ, ഹസ്ബൻഡ് ടെമ്പിളിലാ കേട്ടോ. ഇപ്പൊ വരും. വരിക. ചെന്നോളൂ. വിഘ്നേശ്വരാ, വണ്ടി ഇവിടെ നിർത്തുക. വണ്ടി വിട്ടോളൂ. നടയടയ്ക്ക് സമയമായില്ലല്ലോ. നേരത്തെ അടച്ചു. കാരണം ഒരു പാർട്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ടേ. കണ്ടാലറിയാം, റിയൽ എസ്റ്റേറ്റുകാർ തന്നെയാ. മെഡിക്കൽ കോളേജ് ഇങ്ങോട്ട് വരാൻ പോയല്ലേ. ഭൂമിയുടെ വില ഇടിച്ചു കയറുക. വിശ്വനാഥ മേനോന്റെ 1.5 ഏക്കർ ഭൂമി ഇവരുടെ തലയിൽ ഞാൻ വെച്ച് കെട്ടും. 1.5 കോടി രൂപ. അപ്പൊ എനിക്കെന്താ കിട്ടുക? 5-6 ലക്ഷം രൂപ. ഇന്ന് നടവരവ് എന്തുണ്ട് ക്ഷേത്രത്തില്? 5-6 രൂപയുണ്ട്. ഒരു പുഷ്പാഞ്ജലി പോലും വേണ്ട ആർക്കും. ഉള്ള ചില്ലറൊന്ന് ഏട്ടത്തെ ഏൽപ്പിച്ചേക്കണേ. മോളുടെ പല്ല് പഴുത്തിരിക്കുക. ഡെന്റിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കാലം കുറയായി. എന്റെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് തീരാൻ പോവുക. നീ വണ്ടി വിട് കാർത്തിയെ. വേഗം ആവട്ടെ. അവർ പോണേന് മുമ്പ് എത്തണം.